പാകിസ്ഥാനിൽ ആരംഭിച്ച ത്രിരാഷ്ട്ര ഏകദിന പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഫീൽഡ് ചെയ്യുന്നതിനിടെ ന്യൂസിലൻഡ് സൂപ്പർ താരം രജിൻ രവീന്ദ്ര പരിക്കേറ്റ് പുറത്തായ രംഗം ആരാധകരുടെ കണ്ണ് നനയിച്ചിരിക്കുകയാണ്. ആതിഥേയർക്കെതിരായ കളിയിൽ ഫീൽഡ് ചെയ്യുന്നതിനിടെയായിരുന്നു നിരാശാജനകമായ സംഭവം. ചോരയൊലിപ്പിച്ചുകൊണ്ടാണ് താരം മൈതാനം വിട്ടത്. പാകിസ്ഥാൻ ഇന്നിംഗ്സിന്റെ 38ാം ഓവറിലായിരുന്നു സംഭവം. മൂന്നാം പന്തിൽ ഗുഷ്ദിൽ ഷാ ഒരു സ്വീപ്പ് ഷോട്ടിന് ശ്രമിച്ചു. ഡീപ് മിഡ് വിക്കറ്റിൽ ഉയർന്നു പൊങ്ങിയ പന്ത് ക്യാച്ചെടുക്കാനുള്ള രജിന്റെ ശ്രമം പാളി. ഫ്ലഡ് ലൈറ്റ് വെളിച്ചം കണ്ണിലേക്കടിച്ച താരത്തിന് പന്തിന്റെ ഗതി മനസ്സിലാക്കാനായില്ല. പന്ത് നേരിട്ട് നെറ്റിയിലിടിക്കുകയായിരുന്നു. ഇതിനു പിന്നാലെ രജിൻ മൈതാനത്തിരുന്നു. ഈ സമയം നെറ്റിയിൽ നിന്ന് രക്തം വാർന്നൊലിക്കുന്നുണ്ടായിരുന്നു. ഈ കാഴ്ച കണ്ട് ഗ്യാലറി ഉൾപ്പെടെ നിശബ്ദമായി. പിന്നാലെ സപ്പോർട്ട് സ്റ്റാഫ് രജിനരികിലേക്ക് ഓടിയെത്തുകയും താരത്തെ പുറത്തേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. ചോരയൊലിക്കുന്ന മുഖം ടവൽ കൊണ്ട് മറച്ചുകൊണ്ടാണ് രജിൻ മൈതാനം വിട്ടത്. താരത്തിന്റെ പരിക്കിന്റെ മറ്റു വിവരങ്ങളൊന്നും ഇതുവരെ പുറത്തു വന്നിട്ടില്ല. മത്സരത്തിൽ ന്യൂസിലൻഡ് തന്നെയാണ് വിജയിച്ചത്. ത്രിരാഷ്ട്ര പരമ്പരയിലെ ആദ്യ കളിയിൽ ന്യൂസിലൻഡ് പാകിസ്ഥാനെ 78 റൺസിനാണ് തകർത്തത്. ലാഹോറിലെ ഗദ്ദാഫി സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത ന്യൂസിലൻഡ് 6 വിക്കറ്റിന് 330 എന്ന മികച്ച സ്കോർ നേടിയപ്പോൾ പാകിസ്ഥാൻ 252 റൺസിന് ഓൾ ഔട്ടായി. ഗ്ലെൻ ഫിലിപ്സിന്റെ വെടിക്കെട്ട് സെഞ്ചുറിയായിരുന്നു ന്യൂസിലൻഡ് ഇന്നിംഗ്സിന്റെ പ്രധാന പ്രത്യേകത. 74 പന്തിൽ 6 ഫോറുകളും 7 സിക്സറുകളും അടക്കം 106 റൺസാണ് അദ്ദേഹം നേടിയത്. ഡാരൽ മിച്ചൽ 84 റൺസും കെയ്ൻ വില്യംസൺ 58 റൺസും നേടി. പാകിസ്ഥാന് വേണ്ടി ഷഹീൻ അഫ്രീദി 3 വിക്കറ്റുകൾ എടുത്തു. 69 പന്തിൽ 84 റൺസ് എടുത്ത ഫഖർ സമാനാണ് പാക് നിരയിലെ ടോപ്പ് സ്കോറർ. സൽമാൻ ആഗ 40 റൺസ് നേടി. ന്യൂസിലൻഡിനായി മാറ്റ് ഹെൻറി, മിച്ചൽ സാൻഡർ എന്നിവർ 3 വിക്കറ്റുകൾ വീതം വീഴ്ത്തി. മൊത്തം 4 മത്സരങ്ങളാണ് ദക്ഷിണാഫ്രിക്ക കൂടി ഉൾപ്പെടുന്ന ത്രിരാഷ്ട്ര പരമ്പരയിലുള്ളത്. ടൂർണമെന്റിലെ 2ാം മത്സരത്തിൽ തിങ്കളാഴ്ച ന്യൂസിലൻഡും ദക്ഷിണാഫ്രിക്കയും തമ്മിലാണ് മത്സരിക്കുക. നിലവിൽ പാകിസ്ഥാനിലെ ക്രിക്കറ്റ് സ്റ്റേഡിയങ്ങളുടെ സ്ഥിതി വിമർശനങ്ങൾക്ക് വഴിവെച്ചിരുന്നു. ഫെബ്രുവരി 19-ന് ചാമ്പ്യൻസ് ട്രോഫി ആരംഭിക്കാനിരിക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് വിമർശനങ്ങൾ ഉയർന്നത്. ICC പറഞ്ഞ സമയപരിധി കഴിഞ്ഞിട്ടും കറാച്ചി, ലാഹോർ, റാവൽപിണ്ടി എന്നിവിടങ്ങളിലെ സ്റ്റേഡിയങ്ങൾ നവീകരിച്ച് ICCക്ക് കൈമാറാൻ പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡിന് സാധിച്ചിരുന്നില്ല. പാകിസ്ഥാനിൽ കളിക്കാനില്ലെന്ന ഇന്ത്യയുടെ ആവശ്യം അംഗീകരിച്ച ICC ടീമിന്റെ മത്സരങ്ങൾ ദുബായിലേക്ക് മാറ്റിയിരുന്നു. നിരവധി തവണ ചർച്ചകൾ നടത്തിയതിനു ശേഷമായിരുന്നു ഇന്ത്യയുടെ മത്സരങ്ങൾ UAEയിൽ നടത്തുന്നതിന് പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് പച്ചക്കൊടി വീശിയത്. കഴിഞ്ഞ വർഷം ഓഗസ്റ്റിൽ സ്റ്റേഡിയത്തിലെ പണികൾ ആരംഭിച്ച പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് ഡിസംബർ 31-ന് 3 വേദികളും മത്സര യോഗ്യമാക്കാമെന്ന പ്രതീക്ഷയിലായിരുന്നു. എന്നാൽ അതിലവർ പരാജയപ്പെടുകയായിരുന്നു. കാലാവസ്ഥയും നിർമ്മാണ പ്രവർത്തനങ്ങൾ വൈകുന്നതിന് കാരണമാകുന്നുണ്ടെന്നാണ് പാകിസ്ഥാനിൽ നിന്നുള്ള റിപ്പോർട്ട്. 2017-ന് ശേഷം നടക്കുന്ന ആദ്യ ചാമ്പ്യൻസ് ട്രോഫിയാണ് ഇത്തവണത്തേത്.